إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പരമകാരുണികനും കരുണാവാരിധിയുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കാത്തുസൂക്ഷിക്കണമേ എന്ന് ഉണർത്തുകയാണ്. കേരളക്കരയെ ആകമാനം ഞെട്ടിച്ചുകൊണ്ട് ഒരിക്കലും അത്തരമൊരു സംഭവം ഉണ്ടാകരുതേ എന്ന് നമ്മളൊക്കെ ആഗ്രഹിച്ചുപോയ ഒരു വീഡിയോ നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഒരു സ്കൂൾ വിദ്യാർത്ഥി അധ്യാപകരുടെ മുന്നിൽ ആ സ്കൂളിലെ പ്രിൻസിപ്പാളിന്റെ അല്ലെങ്കിൽ ഹെഡ്മാസ്റ്ററിന്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് വെല്ലുവിളിയുടെ ആക്രോശങ്ങൾ നടത്തുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. പുറത്തുവെച്ച് കണ്ടാൽ കൊന്നുകളയും, എനിക്കങ്ങനെ ഒരു സ്വഭാവമുണ്ട് എന്നാണ് പറയുന്നത്. അവിടെ ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന മറ്റു അധ്യാപകരാണെന്ന് മനസ്സിലാകുന്നു. അവർ പറയുന്നുണ്ട്, വേണ്ട സാറേ, അങ്ങനൊന്നും പറയണ്ട എന്നുള്ള നിലക്ക് സംസാരിക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനുമുണ്ട്. എന്തുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു, ഇതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്ത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോഴുള്ള തലമുറ ഇങ്ങനെയെങ്കിൽ ഇനി വരാനിരിക്കുന്നവരുടെ അവസ്ഥ എന്താകും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ആലോചന ഈ ഒരു സമയത്ത് വളരെ അനിവാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിദ്യാഭ്യാസ രംഗത്തെ ഉയർന്ന ആളുകൾ അവരുടെയൊക്കെ സംസാരങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം 2010 നിലവിൽ വന്നിട്ടുള്ള വിദ്യാഭ്യാസ പോളിസികളുടെ ഭാഗമായി വന്ന ചില മാറ്റങ്ങൾ ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടുണ്ട് എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ അധ്യാപകരുടെയോ രക്ഷിതാക്കളുടെയോ മറ്റുള്ള ആളുകളുടെ അടുക്കൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങളെ ഇല്ലാതാക്കുവാൻ വേണ്ടി ചില നിയമങ്ങൾ കൊണ്ടുവന്നു. എന്നാൽ ആ നിയമങ്ങളുടെ മറപിടിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ആ നിയമങ്ങൾ കൊണ്ട് എന്ത് നടപ്പാക്കണമോ അതിനു പകരമായിക്കൊണ്ട് വിപരീതമായിക്കൊണ്ട് അധ്യാപകരുടെ കൈകെട്ടിവെക്കുന്ന നാവ് കെട്ടിവെക്കുന്ന ഒരവസ്ഥയാണ് പിന്നീടുണ്ടായത്. എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായാലും അവർക്കിടപെടാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ചില സ്കൂളുകളിലൊക്കെ ചില അധ്യാപകരുടെ
വളരെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ കൊണ്ട് പല വിഷയങ്ങളിലും അവരിടപെടുകയാണ്. അവരിടപെട്ട് ആ കുട്ടികളെ ശരിയാക്കാൻ വേണ്ടി, അവരെ നന്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടത്തുമ്പോൾ അവർക്കെതിരെ പരാതികളും കേസുകളും വരികയാണ്. വളരെ മോശമായ തരത്തിലുള്ള കേസുകൾ ചില വിദ്യാർത്ഥിനികൾ അവർക്കെതിരെ നൽകുകയാണ്. ഇപ്പൊ ഈ അടുത്ത കാലഘട്ടത്തിലൊരു കോളേജ് അധ്യാപകൻ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറഞ്ഞത്, അയാളിങ്ങനെ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങി ക്യാന്റീനിലേക്ക് നടന്നു പോകുമ്പോൾ കുറച്ച് കുട്ടികൾ വട്ടം കൂടിയിരിക്കുന്നുണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ വളരെ മോശമായ രീതിയിലുള്ള ഒരു രീതിയാണ് ആ കുട്ടികളുടെ ഇടയിൽ കണ്ടത്. അപ്പൊ ഒന്ന് ഇടപെട്ടു, കുറച്ച് മാന്യമായിട്ടിരിക്കണം, ഇത് ക്യാമ്പസല്ലേ, കോളേജല്ലേ എന്ന് പറഞ്ഞപ്പോ, സാറിന് ഇപ്പോഴത്തെ പുതിയ നിയമങ്ങളൊന്നും അറിയില്ലേ, ഞങ്ങളൊരു കേസാണ് കൊടുത്താൽ മതി, നിങ്ങളകത്താണ് എന്ന് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയതാണ്. പിന്നെ അദ്ദേഹം പറയുന്നത്, പിന്നെ മൂപ്പര് അത് കാണുമ്പോൾ അങ്ങനെ പോകുക എന്നതല്ലാതെ അതിനെ എതിർക്കാനുള്ള ഒരു അവസരം, എന്തിനാ ഞാൻ എന്റെ ജീവിതം വെറുതെ കളയുന്നത്, ജയിലിൽ പോണത് എന്നുള്ളത് ആലോചിക്കുന്ന അവസ്ഥയിലേക്ക് അധ്യാപകരെ മാറ്റിയെടുത്തതിന് പിന്നിൽ ഇത്തരം നിയമങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. അതിനർത്ഥം വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കോ ക്രൂരമായ പീഡനങ്ങൾക്കോ എതിരായി നിയമം വരേണ്ടതില്ല എന്നല്ല. അങ്ങനെയുള്ള നിയമങ്ങൾ ഉണ്ടാകണം. പക്ഷെ അത് ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട് എന്ന് മാത്രമല്ല, അതിലൊക്കെ നടപടികളെടുക്കുമ്പോഴുള്ള അന്വേഷണവും കാര്യങ്ങളുമൊക്കെ കൃത്യമാകേണ്ടത്. ഇല്ല എങ്കിൽ ഉണ്ടാകുന്ന അപകടമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ്. അത് കൃത്യമായി തന്നെ ഈ സമീപ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള കേസുകളും പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ അധികരിച്ചു വന്നപ്പോ നമ്മുടെ ഹൈക്കോടതി പോലും അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി നടപടികളെടുക്കണം, വിദ്യാർത്ഥികൾക്ക് ശിക്ഷ നൽകാനുള്ള അധികാരം അധ്യാപകർക്കുണ്ട് എന്ന് പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുന്ന അവസ്ഥയുമുണ്ടായി. ഇത്തരം സംഭവങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിദ്യാഭ്യാസം എന്നത്, അറിവ് എന്നത് കേവലമായ മാർക്കുകളിലൂടെയോ അവർക്ക് ലഭിക്കുന്ന A+കളിലൂടെയോ മാത്രം അളക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ളതാണ്. അറിവ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ധർമ്മബോധത്തിലും സംസ്കാരത്തിലും അടങ്ങുന്നതാകണം അറിവ്. പരിശുദ്ധ ഇസ്ലാം അത്തരത്തിലുള്ള അറിവുകൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. കേവലമായ മതപഠനത്തെ മാത്രമല്ല ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചത്. പല ആളുകളും വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അവര് ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം, മതപരമായ അറിവുകൾ മാത്രം കരസ്ഥമാക്കണം എന്നുള്ള രീതിയാണ് പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെടുന്നത്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ നമുക്കറിയാൻ സാധിക്കും, യുദ്ധത്തിൽ തടവുകാരായി ബന്ദികളായി കൊണ്ടുവരപ്പെട്ട ആളുകൾക്ക് മോചനദ്രവ്യം നിശ്ചയിക്കും. ഇത്ര പൈസ തന്നാൽ മോചിപ്പിക്കാം എന്നുള്ള നിയമമുണ്ടാകും. അങ്ങനെ അവരുടെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞപ്പോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യം, ഒരു തടവുകാരൻ 10 വീതം ആളുകളെ മുസ്ലിങ്ങളിൽ നിന്ന് എഴുത്തും വായനയും പഠിപ്പിക്കട്ടെ എന്നാണ്. 10 വീതം ആളുകളെ എഴുത്തും വായനയും പഠിപ്പിക്കുക. അങ്ങനെ അവരെ എഴുത്തും വായനയും പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ മോചിപ്പിക്കും. ആ നിലയ്ക്ക് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകി എഴുത്തും വായനയും പഠിച്ചൊരു സമൂഹമുണ്ടാകണമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിക്കാൻ, ആ നിലക്കുള്ള നിയമങ്ങൾ നടപ്പിലാക്കാൻ യഹൂദന്മാരും ക്രിസ്ത്യാനികളും അടങ്ങിയിരുന്ന മദീനയിലെ ജനവിഭാഗങ്ങളുടെ നേതാവായി, അവിടുത്തെ ജഡ്ജിയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോ അവിടെ അവർക്കിടയിലുള്ള തർക്കങ്ങൾ വരുമ്പോ അവരുടെ മതഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനമായി ചില കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ നോക്കേണ്ടതുണ്ടായിരുന്നു. അപ്പൊ അത് ഹീബ്രു ഭാഷയിലും അതേപോലെ തന്നെ ആരാമി ഭാഷയിലൊക്കെയാണ്. അത് പഠിക്കുവാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ആളുകളെ ഏർപ്പാടാക്കി എന്നുള്ളതാണ്. അറബിയല്ലാത്ത മറ്റൊരു ഭാഷ പഠിച്ചുകൊണ്ട് ആ ഭാഷയിലെ ഗ്രന്ഥങ്ങളെ തർജുമ ചെയ്യുന്നതിന്, ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രവാചകന് പറഞ്ഞുകൊടുക്കുന്നതിന് വേണ്ടി സഹാബിമാരെ ഏർപ്പാടാക്കി എന്നുള്ളതാണ്. ആ നിലക്ക് അറിവന്വേഷിക്കുന്നതിനെ പരിശുദ്ധ ഇസ്ലാം വളരെയധികം പ്രോത്സാഹനം നൽകി. പരിശുദ്ധ ഖുർആന്റെ ചോദ്യം തന്നെ, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്ത ആളുകളും സമമാകുമോ? മറ്റൊരിടത്ത് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ അതിനെ മനോഹരമായി ഉപമിക്കുന്നത്, കണ്ണിന് കാഴ്ചയില്ലാത്തവനും കാഴ്ചയുള്ളവനും ഒരുപോലെയാകുമോ? ആ നിലക്കാണ് വിവരമുള്ളവൻ, വിദ്യാഭ്യാസമുള്ളവൻ, അവന്റെ കണ്ണിന് നല്ല കാഴ്ചയുണ്ടാകും. ആ കാഴ്ചയിലൂടെ അവന്റെ ഹൃദയത്തിന് തെളിമയുണ്ടാകും. അറിവില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം ഇരുട്ടും അജ്ഞതയുമാണ് അവർക്കുണ്ടാകുക എന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി തന്നെ പഠിപ്പിച്ചു. മാത്രമല്ല, അറിവന്വേഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അത് പഠിപ്പിച്ചു നൽകുന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വലിയ മഹത്വം പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു.
അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഇന്നല്ലാഹ വമലായികതഹു വഅഹ്ലുസ് സമാവാതി വൽ അർളി ഹത്ത النملة في جحرها وحتى الحوت ليصلون على معلم الناس خيرا. വളരെ കൃത്യമായി തന്നെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, ആകാശത്തിലുള്ള മലക്കുകൾ അതുപോലെ തന്നെ ഭൂമിയിലുള്ള ജീവജാലങ്ങൾ, തന്റെ മാളത്തിലൂടെ നടന്നു പോകുന്ന ഉറുമ്പുകൾ, അതേപ്രകാരം തന്നെ വെള്ളത്തിനടിയിലുള്ള ചെറിയ മീനുകൾ, ചെറിയ നമ്മുടെ കണ്ണുകൾ കൊണ്ടുപോലും കാണാൻ കഴിയാത്ത വിധമുള്ള ചെറിയ ജീവജാലങ്ങൾ, അവരെല്ലാം തന്നെ ജനങ്ങൾക്ക് ഖൈർ പഠിപ്പിച്ചു കൊടുക്കുന്ന, നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ്. അവർക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കുന്ന മഹത്വമാണത്. നന്മ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് പരിശുദ്ധ ഇസ്ലാം നൽകുന്ന സ്ഥാനമാണത്. ഇനി അറിവന്വേഷിക്കുന്ന ആളുകളോ, അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറജ ഫീ തലബിൽ ഇൽമി കാന ഫീ സബീലില്ലാഹി ഹത്താ യർജിഅ. ഒരു മനുഷ്യൻ അറിവന്വേഷിച്ചുകൊണ്ടൊരു വഴിയിലൂടെ പ്രവേശിക്കുന്നു, അറിവന്വേഷിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ, അവന്റെ ഉദ്ദേശശുദ്ധി നന്മയെങ്കിൽ, അവന്റെ ഉദ്ദേശശുദ്ധി നല്ലതെങ്കിൽ അവൻ അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള പരിശ്രമത്തിലാകുന്നു. അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനെ പോലെയാണെന്നാണ്. അവൻ തിരിച്ചു വരുന്നത് വരെ ആ നിലക്കുള്ള നല്ല ഉദ്ദേശം ഉണ്ടാകണം. നമ്മൾ സ്കൂളിലേക്കാണ് പോകുന്നത്, ഭൗതികപരമായ കാര്യങ്ങളാണ് പഠിക്കുന്നത് എങ്കിൽ പോലും അല്ലാഹുവിന്റെ മാർഗത്തിൽ അറിവന്വേഷിക്കുന്ന ആ ഒരു നിയ്യത്തോടുകൂടി പോകുന്നുവെങ്കിൽ അവർക്ക് ആ നിലക്കുള്ള മഹത്വമുണ്ട്. അല്ലാതെ അവിടെ പോയി ഹെഡ്മാഷിനെ തെറി പറയാനും ബസ്സിന് കല്ലെറിയാനും സ്കൂളിലെ സാമഗ്രികൾ അടിച്ചു പൊളിക്കാനുള്ള നിയ്യത്തിലാണെങ്കിൽ അതുകൊണ്ടുള്ള കൂലി കിട്ടൂല. നല്ല ഉദ്ദേശമുണ്ടാകണം. അതേപോലെ തന്നെ പരിശുദ്ധ ഇസ്ലാം പ്രശംസിച്ചു പറഞ്ഞു, മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. ആർക്കെങ്കിലും അല്ലാഹു നേട്ടമുദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ, അവർക്ക് ഭൗതികമായ ലോകത്ത്, പാരത്രികമായ ലോകത്ത് ഖൈറുകളുണ്ടാകാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അവർക്ക് അല്ലാഹു മതപരമായ ജ്ഞാനം വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുക, അറിവ് വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അറിവ് കൂടുതൽ നേടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, മതപരമായ വിജ്ഞാനം നേടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ധാരാളമായി ഖൈറ് അല്ലാഹു ഉദ്ദേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. അറിവന്വേഷിക്കുന്ന ഒരു മാർഗത്തിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ അവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമായി. എന്താ സ്വർഗത്തിലേക്കുള്ള വഴി? അതൊരിക്കലും എളുപ്പമുള്ള മാർഗമല്ല, അത് പ്രയാസമുള്ള മാർഗമാണ്. എന്നാൽ അറിവന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലേക്കുള്ള വഴി അവർക്ക് എളുപ്പമായി. മതപരമായ വിദ്യാഭ്യാസങ്ങൾ നേടിത്തരുന്ന ധാരാളം സംവിധാനങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ക്ലാസുകളുണ്ട്, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പഠന സംരംഭങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളിലൂടെ നീങ്ങുമ്പോൾ അവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുമെന്നാണ്. മാത്രമല്ല, അറിവന്വേഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വഇന്നൽ മലായികത ലതലൗ അജ്നിഹതഹാ റിളൽ ലിത്വാലിബിൽ ഇൽം. അറിവന്വേഷിക്കുന്ന ആളുകൾക്ക് തണലേകിക്കൊണ്ട്, തൃപ്തിയേകിക്കൊണ്ട് അല്ലാഹുവിന്റെ മലക്കുകൾ അവരുടെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കും. വഇന്നൽ ആലിമ ലിയസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർള്. ആകാശഭൂമികളിലുള്ളവരെല്ലാം അറിവന്വേഷിക്കുന്ന ആളുകൾക്ക് വേണ്ടി, പണ്ഡിതന്മാർക്ക് വേണ്ടി അല്ലാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. വഇന്ന ഫളലൽ ആലിമി അലൽ ആബിദി കഫളലിൽ ഖമരി ലൈലത്തിൽ ബദർ അലാ സായിരിൽ കവാകിബ്. ഒരു പണ്ഡിതൻ, അറിവുള്ളയാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ആളുകളിൽ നിന്ന് ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുന്നവരാകാം, ഒരുപക്ഷെ കുറെ ഇബാദത്തുകൾ ചെയ്യുന്നവരാകാം, അതിനേക്കാളും പാണ്ഡിത്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉപമ പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന നിലാവലകളുള്ള ഒരു ദിവസത്തിലെ, ഒരു രാത്രിയിലെ ചന്ദ്രൻ എപ്രകാരമാണോ മറ്റുള്ള ഗ്രഹങ്ങളുടെ, മറ്റുള്ള സകലമാന നക്ഷത്രങ്ങളുടെയും ഒക്കെ ഇടയിൽ ആ ചന്ദ്രൻ എത്രമാത്രം തെളിഞ്ഞു നിൽക്കുമോ അതുപോലെയാണ് അറിവുള്ള ആളുകൾ. അവരെപ്പോഴും തിളങ്ങി നിൽക്കും, അവരെപ്പോഴും പൂർണ്ണതയോടുകൂടി നിൽക്കും. ആ നിലക്കുള്ള ഒരുപാട് മഹത്വങ്ങൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇന്നൽ ഉലമാഅ വറസത്തുൽ അംബിയാ. അംബിയാക്കന്മാരുടെ താവഴിയാണ്,
പിൻഗാമികളാണ് അറിവ് നേടുന്നയാളുകൾ, പണ്ഡിതന്മാർ എന്നുള്ളതാണ്. അവരൊരിക്കലും പണ്ഡിതന്മാരുടെ ആ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞത് അവരൊരിക്കലും പണം സമ്പാദിക്കുകയോ ആ നിലക്കുള്ള കെട്ടുകൾ ഉണ്ടാക്കുകയോ കോട്ടകൾ നിർമ്മിക്കുകയോ അല്ല ചെയ്തത്. മറിച്ച് വറസുൽ ഇൽമ, അവരറിവിനെയാണ് അനന്തരം എടുത്തിട്ടുള്ളത്. ആ നിലക്ക് അറിവിനെ സ്വീകരിച്ചിട്ടുള്ള ആളുകൾ, അറിവ് നേടാൻ വേണ്ടി പ്രയത്നിക്കുന്ന ആളുകൾ, അവർക്കുള്ള മഹത്വങ്ങൾ വളരെ കൃത്യമായി തന്നെ പഠിപ്പിക്കപ്പെട്ടു. ആ നിലക്കുള്ള പാണ്ഡിത്യമുള്ള ആളുകൾ, പണ്ഡിതന്മാർ, അറിവുള്ള ആളുകൾ, അധ്യാപകർ നിർവഹിക്കുന്ന വലിയ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം പലപ്പോഴും തിരിച്ചറിയപ്പെടുന്നില്ല എന്നുള്ളതാണ്. അഹമ്മദ് ഷൗക്കി എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു അറബി കവിയുണ്ട്, ഈജിപ്തുകാരനായിട്ടുള്ള അദ്ദേഹം. അമീറുശ്ശുഅറ, അറബി കവികൾക്കിടയിലെ നേതാവ് എന്നറിയപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു വരിയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഖുംലിൽ മുഅല്ലിമി വഫ്ഫിഹി തബ്ജീല കാദൽ മുഅല്ലിമു അൻ യകൂന റസൂല. നീ നിന്റെ അധ്യാപകന് മുന്നിൽ വിനയത്തോടുകൂടി നീ എഴുന്നേറ്റ് നിൽക്കണം. അദ്ദേഹത്തിന്റെ മുന്നിൽ വിനയാന്വിതനായി നീ സംസാരിക്കണം. കാദൽ മുഅല്ലിമു അൻ യകൂന റസൂല, ഒരു പ്രവാചകനെ പോലെയുള്ള പദവിയാണ് അദ്ദേഹം അലങ്കരിക്കുന്നത്. ഒരു പ്രവാചകന്റെ പരിഗണനയൊന്നും ലഭിച്ചില്ലെങ്കിലും പുറത്തു കിട്ടിയ തച്ചുകൊല്ലുമെന്ന് പറയാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അധ്യാപകന്മാർ ചിന്തിക്കുന്ന കാലം. അദ്ദേഹം പറയാം, ഒരു പ്രവാചകന്റെ റോളാണ് നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന, സാരോപദേശങ്ങൾ നൽകുന്ന, നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന ആ അധ്യാപകന്റെ മുമ്പിൽ നീ സംസാരിക്കുമ്പോൾ വിനയമുണ്ടാകണം, മാന്യമായി സംസാരിക്കണം. അവ നിലക്കുള്ള ഒരു സ്വഭാവമാണ് നമുക്കുണ്ടാകേണ്ടത് എന്നാണ്. അതുകൊണ്ട് തന്നെ അറിവന്വേഷിക്കുക എന്നുള്ളത് ഒരിക്കലും എളുപ്പമുള്ളൊരു മാർഗമല്ല. അതിന് ചില നിബന്ധനകളുണ്ട്, ചില കാര്യങ്ങൾ നമുക്കുണ്ടാകണം. ഇമാം ഷാഫിഈ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു വരിയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, അഖീലൻ തനാലൽ ഇൽമ ഇല്ലാ ബിസിത്തത്തിൻ. 6 കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് അറിവ് കിട്ടുള്ളൂ. ആ 6 കാര്യങ്ങളില്ലാതെ അറിവ് ലഭിച്ചു എന്ന് പറയാൻ കഴിയില്ല, അറിവ് അവർക്ക് ലഭിക്കുകയില്ല. സഅംബീക അൻ തഫ്സീലിഹ ബിബയാനി, അതിനെക്കുറിച്ച് ഞാൻ നിനക്ക് വിശദീകരിച്ചു തരാം, കൃത്യമായി തന്നെ ഞാൻ പറഞ്ഞു തരാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്താ? ദക്കാഉൻ, ഒന്ന് നല്ല ബുദ്ധി ഉണ്ടാവണം. ബുദ്ധിയുള്ളവർക്ക് പഠിക്കാൻ കഴിയുള്ളൂ. ബുദ്ധി മാത്രമുണ്ടായാൽ പോരാ, വഹിർസുൻ, അതിനുള്ള താല്പര്യമുണ്ടാകണം, പഠിക്കണമെന്ന ആഗ്രഹമുണ്ടാകണം. ആഗ്രഹവും ബുദ്ധിയും മാത്രമുണ്ടായാൽ പോരാ, വജ്തിഹാദുൻ, ആ പഠനത്തിന് വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടാകണം. നല്ല ബുദ്ധിയുണ്ട്, ഓന് പഠിക്കണം എന്നൊക്കെ താല്പര്യമുണ്ട്, പക്ഷെ എന്താ, ബുക്ക് തുറന്നു നോക്കൂല, പഠിക്കാനിരിക്കൂല. അതുകൊണ്ട് കാര്യമില്ല, ബുക്ക് തുറന്നു നോക്കണം, പഠിക്കണം. അതേപോലെ തന്നെ വബുൽഗത്തുൻ, അതിനാവശ്യമായ, അതിന് പര്യാപ്തമായ നിലക്കുള്ള സാമ്പത്തികമായ, ആരോഗ്യപരമായ അവസ്ഥകളൊക്കെ അവന് ഒത്തുകിട്ടണം. മിതമായ ഭക്ഷണം, മിതമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. അമിതമായ ഭക്ഷണം ഉണ്ടാവാൻ പാടില്ല. അമിതമായി ഭക്ഷണം കഴിച്ചാൽ, അമിതമായിട്ടുള്ള രീതിയിലുള്ള സുഖ സൗകര്യങ്ങൾ ഉണ്ടായാൽ അവരെ സംബന്ധിച്ചും പഠനത്തിന് അത് ബാധിക്കുന്ന, അതേപോലെ തന്നെ പട്ടിണിയോ അതേപോലെയുള്ള സാമ്പത്തിക ഞെരുക്കങ്ങളോ ഉണ്ടായാൽ അത് വിദ്യാഭ്യാസത്തെ ബാധിക്കും. മറ്റൊരു കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞെന്നറിയോ? വസുഹ്ബത്തു ഉസ്താദിൻ, ഒരു നല്ല അധ്യാപകന്റെ പരിലാളനകൾ വേണം. ആ അധ്യാപകനോടുള്ള നല്ല സഹവാസം ഉണ്ടാകണം. അതിന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ആ അധ്യാപകരോടുള്ള ബന്ധം ഏത് തരത്തിലാണ്? നവതൂലു സമാനി, കുറച്ച് കാലമെടുക്കുന്ന ഒരു പ്രോസസ്സാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇന്ന് ചേർന്ന് നാളെ തന്നെ എനിക്ക് എല്ലാം നേടിയെടുക്കണമെന്ന് വിചാരിക്കാൻ പറ്റൂല. അതിന് ഘട്ടം ഘട്ടമായിട്ടുള്ള രീതി ഉണ്ടാകണം. അവിടെ ഏറ്റവും പ്രധാനമായി അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യം, ഒരു അധ്യാപകന്റെ ശിക്ഷണം ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. എന്തിനാ അധ്യാപകര് എന്ത് കാര്യം ഗൂഗിൾ ചെയ്താൽ കിട്ടൂലേ? ചാറ്റ് ജിപിടിയിലെ ആധുനിക സൗകര്യങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിയുടെ കാലത്ത് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്നാ പറയുന്നത് അല്ലെ? അത് ആ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന AI സംവിധാനം ഉണ്ടാക്കിയതൊരു മനുഷ്യനല്ലേ? ആ മനുഷ്യനെ പഠിപ്പിച്ച അധ്യാപകരില്ലേ? അതിലെ നന്മ തിന്മകൾ വിവച്ഛേദിച്ച് പഠിക്കാൻ അവർക്ക് സാധിക്കുമോ? ഉദാഹരണമായിട്ട് നമ്മൾ എല്ലാ ആളുകളും ഇപ്പോൾ അറിവന്വേഷിക്കുവാൻ കാര്യങ്ങൾ നോക്കാൻ പെട്ടെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ അടിച്ചു നോക്കിയാൽ, ഉദാഹരണമായിട്ട് ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തുന്ന അധിനിവേശങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് നോക്കിയാൽ, ഇസ്രായേലിനെ അനുകൂലിച്ച് ഒരുപാട് ലേഖനങ്ങളും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. കാരണം അതുണ്ടാക്കിയ ആളുകൾ, ആ സൈറ്റ് അതിന്റെ ഉപയോഗം നടത്തുന്ന അല്ലെങ്കിൽ അതിന്റെ നിയന്ത്രണം നടത്തുന്ന ആളുകൾ അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അതേ നമുക്ക് തരുള്ളൂ. നമ്മളത് വിഷയത്തിനെ പറ്റി, സ്വർഗ ലൈംഗികതയെപ്പറ്റി, മദ്യത്തിന്റെ ഉപയോഗത്തെപ്പറ്റി ഒക്കെ അതിൽ ചർച്ച ചെയ്താൽ ഒരുപക്ഷെ പലപ്പോഴും വരുന്നത് എന്താ, അതിനൊക്കെ അനുകൂലിക്കുന്ന തരത്തിലുള്ള റിസൾട്ടുകളാണ് നമുക്ക് തരുന്നത്.
അവിടെ നന്മ തിന്മകൾ വ്യവച്ഛേദിച്ച് പഠിപ്പിച്ചു തരുന്ന ഒരധ്യാപകന്റെ റോളെന്ന് പറയുന്നത് വളരെ വലുതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ആ അധ്യാപകരുമായുള്ള ബന്ധത്തെ കൃത്യമായിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ സാധിക്കേണ്ടതുണ്ട്. എന്നാൽ പലപ്പോഴും ഈ ബന്ധങ്ങളെ ഇല്ലാതാക്കുന്ന, ഈ തരത്തിലുള്ള നല്ല ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ പോകേണ്ട ആ ബന്ധത്തെ തകർക്കുന്ന ചില അഡിക്ഷനുകളുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായും പഠനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് 3 തരത്തിലുള്ള അഡിക്ഷനുകളുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് പിടികൂടിയിരിക്കുകയാണെന്നാണ്. അവര് അടിമത്തത്തിലാണുള്ളത്. 3 കാര്യങ്ങൾക്ക് അവർ അടിമകളാണെന്നുള്ളതാണ്. ഒന്നാമത്തത് മദ്യവും മയക്കുമരുന്ന് പോലെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം. അതവരെ അടിമകളാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ മിമ്പറിൽ തന്നെ 2 or 3 തവണ മദ്യത്തിന്റെയും മയക്കുമരുന്നുകളുടെയും അപകടങ്ങളെക്കുറിച്ച് മാത്രം സംസാരിച്ചിട്ടുണ്ട്. ചില ആളുകൾക്ക് അങ്ങനെ തോന്നും, എന്തിനാ അതിങ്ങനെ ഇടക്കിടക്ക് പറയുന്നത്, അതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറുടെ ഒരു ക്ലാസ് കേൾക്കാനിടയുണ്ടായി. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊരു ഉത്തരം കണ്ടെത്തി. ഏറ്റവും ചെറിയ ഒരു വിദ്യാർത്ഥി, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ അവൻ പഠിക്കുന്ന ഒരു ക്ലാസ് എത്ര ആയിരിക്കുന്ന നിങ്ങളെ മനസ്സിൽ വരുന്നത്? അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ആ ലെവലിൽ. അദ്ദേഹം പറയണത് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെയാണ് ചികിത്സക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. 3ാം ക്ലാസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി. എന്താപ്പാ പ്രായം? ടൗസർ ഇട്ട് പൂക്കൊലിപ്പിച്ച് നടക്കേണ്ട പ്രായം. ആ പ്രായത്തിൽ ലഹരിക്കടിമയായിട്ട് ചികിത്സ തേടിയിരിക്കുന്നു നമ്മുടെ കേരളത്തിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി. നമ്മൾ ആലോചിച്ച് നോക്കണം. അത് പിന്നെ പറയണ്ടേ? എത്ര പറഞ്ഞാലും ഇത് നന്നാവണില്ല. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അത്രമാത്രം ഭയാനകരമായ ഒരവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. 18 ജനുവരിയിൽ, ഈ കഴിഞ്ഞ ജനുവരി 18 കോഴിക്കോട് താമരശ്ശേരിയിൽ ഒരു മകൻ മാതാവിനെ വെട്ടിക്കൊന്ന അവസ്ഥയുണ്ടായി. ആലോചിച്ച്, ഒരു ഉമ്മ ക്യാൻസർ രോഗം ബാധിച്ച് ചികിത്സയ്ക്ക് ശേഷം, ഓപ്പറേഷന് ശേഷം വിശ്രമിക്കുകയാണ് വീട്ടില്. ആ വീട്ടിലേക്ക് കയറി വന്ന മകൻ ഉമ്മയെ വെട്ടിക്കൊന്നു. പോലീസുകാർ പിടിച്ചുകൊണ്ടായി ചോദ്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ പത്രക്കാരിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അവർക്ക് നേരെ സന്തോഷത്തിന്റെ ആക്ഷനുകൾ കാണിക്കുകയാണ്. പോലീസുകാർ ചോദ്യം ചെയ്തപ്പോ ആ കുട്ടി പറഞ്ഞെന്താണെന്നറിയോ? ജന്മം നൽകിയതിനുള്ള ശിക്ഷ കൊടുത്തതാണെന്ന്. ഓനെ പ്രസവിച്ച് 2 വർഷം മുല കൊടുത്ത് പോറ്റി വളർത്തിയതിന്റെ കൂലി കൊടുത്തതാണെന്നാണ്. ക്യാൻസർ രോഗം ബാധിച്ച് ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന മാതാവിനെ പോലും വെട്ടിക്കൊല്ലാൻ നമ്മുടെ സമുദായത്തിൽപ്പെട്ട മുസ്ലിം നാമധാരികൾ ഉണ്ടായി എന്നുള്ളത് ചില്ലറ കാര്യമാണോ? ഇപ്പൊ വന്നൊരു വാർത്തയാണ്, വാക്ക് തർക്കം. ലഹരിക്കടിമയായ മകൻ അച്ഛനെ കുത്തിക്കൊന്നു. ഈ സമീപ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. കോട്ടയം ജില്ലയിൽ ഉണ്ടായിട്ടുള്ള സംഭവമാണത്. അതിനുശേഷം ജനുവരി 22 കണ്ണൂർ മലൂർ എന്ന് പറയുന്ന പ്രദേശം, അവിടെ മകൻ അമ്മയെ കൊന്ന് ആത്മഹത്യ ചെയ്തു. അതിന്റെ വാർത്തകളാണ് ഇന്നും ഇന്നലെയുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. മദ്യലഹരിയിൽ മകൻ അമ്മയെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ലഹരിയുടെ ഉപയോഗം, അതിന്റെ വിൽപ്പന, ഇതൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം പല ചാനലുകളിലും വന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ട്. വളയഞ്ചേരി സ്വദേശിയായിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ, നമ്മുടെ സമീപ പ്രദേശം വളാഞ്ചേരിയിലുള്ള ഒരു ചെറുപ്പക്കാരൻ. അവന്റെ ഒരു സംസാരം വന്നു. ലഹരിക്കടിമയായിരുന്നു. 22 വയസ്സുവരെ ഒരു പുകവലി പോലും ശീലമായിട്ടില്ലാത്തവൻ ചില കൂട്ടുകെട്ടിൽ പെട്ടുപോയിനാണ്. ആ കൂട്ടുകാരവനോട് നിർബന്ധിച്ചു, ഇതൊന്ന് വലിച്ചോക്ക്, ഇതൊന്ന് ഉപയോഗിച്ചോക്ക് എന്ന് പറഞ്ഞു. ഞാൻ അവന് ഒരു കൗതുകത്തിന് വേണ്ടി അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അതുപയോഗിച്ചു. പിന്നീട് അതിന്റെ അടിമയായി മാറി. ആ നിലക്കവന്റെ ജീവിതം തകർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. പിന്നീട് അവന് പണം ആവശ്യം വന്നപ്പോ ഈ ആളുകൾ തന്നെ പറയാ, അനക്ക് പൈസ കിട്ടണോ, ഇത് വിറ്റാ മതി. അവനക്കെന്താ, അനക്ക് തിന്നാനുള്ളതും കിട്ടും, അനക്ക് വലിക്കാനുള്ളതും കിട്ടും, അനക്ക് പൈസയും കിട്ടും. അങ്ങനെ അതിന്റെ വിൽപ്പനക്കാരനായി വയനാട്ടിലും കണ്ണൂരിലും കൊച്ചിയിലുമൊക്കെ പോയി അവനിതിന്റെ പല സ്ഥലങ്ങളിൽ നിന്നും മയക്കുമരുന്നുകൾ കൊണ്ടുവന്ന് വിൽപ്പന നടത്തിയെന്നാണ്. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയെന്താ അറിയോ? ഡോക്ടർമാർ അവന്റെ സ്ഥിരം കസ്റ്റമേഴ്സാണെന്നാണ്. ആലോചിക്കുക നിങ്ങൾ. നമുക്ക് ഒരു അസുഖം ഉണ്ടാകുമ്പോൾ ചികിത്സിക്കാൻ പോണ്ട ആളുകൾ ആ ഡോക്ടർമാരുടെ മുന്നിലിരുന്ന് കൊടുക്കുന്ന, അവർ ഓപ്പറേഷൻ ചെയ്യുന്ന രോഗികളുടെ അവസ്ഥകൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് തൃശൂർ മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറെ മയക്കുമരുന്നുമായി പിടിച്ചത്. എവിടേക്കാണ് നമ്മുടെ ലോകം പോകുന്നത് എന്ന് ആലോചിച്ച് നോക്കി. ഭാര്യയും ഭർത്താവും ഒന്നിച്ച് വാഹനത്തിൽ വന്നിട്ട് വന്റെ കന്ന് വാങ്ങാന്നാണ്. നമ്മൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നിടത്ത് ഒന്നിച്ചിരുന്ന്
MDMA അടിക്കുന്ന, കഞ്ചാവ് വലിക്കുന്ന കുടുംബ സംവിധാനങ്ങൾ. ഏറെ ഞെട്ടിച്ചൊരു സംസാരം എന്താണെന്നറിയോ? ഒരു ബൈക്കിൽ വന്നു എന്നാണ്, ആങ്ങളെയും പെങ്ങളെയും ഒരുമിച്ച് വന്നിക്കാൻ, കുടുംബസമേതം ലഹരിയുടെ അടിമകളായി മാറുന്ന ആളുകൾ. ഇതിന്റെയൊക്കെ കമന്റുകൾ ഞാനിങ്ങനെ വായിച്ചു നോക്കി. വാർത്താ ചാനലിന്റെ കീഴിലുള്ള ഒരുപാട് ആളുകൾ എഴുതിയിരിക്കും, ഞാനും അതുപോലെ ലഹരിക്കടിമയായ ആളായിരുന്നു, എല്ലാവരും എന്റെ ശത്രുക്കളായി, എന്റെ വീട്ടുകാർ ശത്രുക്കളായി, എന്റെ നാട്ടുകാർ ശത്രുക്കളായി, അവസാനം ഞാൻ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി. അവിടുന്നാണ് എന്റെ കുടുംബത്തിലൊരാള് എന്നെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തതെന്നാ, ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി എനിക്കതിൽ നിന്ന് പിന്മാറാൻ സാധിച്ചു. പക്ഷേ ലഹരിക്കടിമയാകുന്നവരിൽ നിന്ന് 5% ആളുകൾ പോലും തിരിച്ചെത്തുന്നില്ല. അതിൽ മഹാഭൂരിഭാഗവും മരണത്തിന് കീയൊതുങ്ങുകയാണ് ചെയ്യുന്നതെന്നാ അയാൾ പറയേണ്ട. ആദ്യം നമുക്കൊരു കൗതുകത്തിന് വേണ്ടി തുടങ്ങും, പിന്നെ ഒരു ധൈര്യമാണ്, പിന്നെ എല്ലാവരും ശത്രുക്കളായി, പിന്നീട് ആഴ്ത്താലേക്ക് ഞാനൊരു വേസ്റ്റാണ് എന്ന് അവന് സ്വയം തോന്നാണ്. അവസാനം അവൻ മരിക്കുകയാണ് ചെയ്യുന്നതെന്ന്. ഈ പറയപ്പെട്ട ആളുകളൊക്കെ അവരുടെ ആത്മഹത്യാ പ്രേരണയെക്കുറിച്ച് അവർ പറയുന്ന വാർത്തകൾ വളരെ ഞെട്ടലോടുകൂടിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിനുള്ള പരിഹാരം വിദ്യാർത്ഥികൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളതാണ്. അതിന് നമ്മുടെ സംവിധാനങ്ങൾ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിച്ചു വരിക്കുന്ന സ്റ്റുഡൻസ് മൂവ്മെന്റിന്റെ ഭാഗമായി കേരളക്കരയിലെ വ്യത്യസ്തമായ സ്കൂളുകളിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചു. ഒടുങ്ങാതിരിക്കാൻ തുടങ്ങാതിരിക്കാന്ന. എല്ലാം കഴിഞ്ഞാൽ പിന്നെ ഒടുങ്ങലാണ്. ലഹരി ഉപയോഗിച്ചു തുടങ്ങിയാൽ പിന്നെ അതിന്റെ അവസാനം മരിക്കലാണ്, ഒടുങ്ങിപ്പോകലാണ്, ചത്തുപോകലാണെന്നാണ്. അതിന് എത്തുന്നതിന് മുമ്പായി തുടങ്ങാതിരിക്കുക, ഒന്ന് രുചിച്ചു നോക്കണ്ട. അതിന്റെ ഒരു ക്യൂരിയോസിറ്റിനാ, അതിങ്ങനെ ഒന്ന് എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ ഒന്ന് ഉപയോഗിച്ചു നോക്കുക, അതിന് നിൽക്കണ്ട എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരം കാര്യങ്ങളൊക്കെയുള്ള ഗൗരവകരമായ അറിയിപ്പുകൾ നമ്മുടെ മക്കൾക്ക് നൽകേണ്ടതുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനമായൊരു കാര്യം എന്താ അറിയോ? ലഹരിയൊക്കെ ന്യായീകരിക്കുന്ന അവസ്ഥ, നിസ്സാരവൽക്കരിക്കുന്ന അവസ്ഥ. എന്താപ്പോ അതിന് പ്രശ്നം, ഞാനൊക്കെ വീഡിയോ വലിച്ചിരിക്കുന്നു, ഞാനൊക്കെ സിസർ വലിച്ചിരിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥ. കുട്ടികളാവുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. ഒരു ലഹരി പദാർത്ഥവും ഒരു വിശ്വാസി എന്ന നിലക്ക് ഉപയോഗിക്കാൻ പാടില്ല. കുല്ലു മുസ്കുരിൻ ഖംറുൻ വകുല്ലു ഖംറിൻ ഹറാം. എല്ലാ ലഹരി ഉളവാക്കുന്നതും നിഷിദ്ധമാണ്, അത് കള്ളാണ്, മദ്യത്തിന്റെ ഭാഗമാണ് എന്ന് പഠിപ്പിക്കേണ്ട പകരം അതിനൊക്കെ ന്യായീകരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു അടിമത്തം കുട്ടികളെ ബാധിച്ചിരിക്കുന്നത് മൊബൈൽ ഫോണിന്റെ ഉപയോഗമാണ്. ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച അധ്യാപകനോട് കയർക്കുന്ന സംഭവവും മൊബൈലുമായി ബന്ധപ്പെട്ടാണ്. അധ്യാപകൻ മൊബൈൽ പിടിച്ചെന്നാണ് ആ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു നേരം പോലും മൊബൈൽ ഉപയോഗിക്കാൻ പറ്റാത്ത വിധമുള്ള അടിമത്തത്തിലേക്ക് വിദ്യാർത്ഥികൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം രക്ഷിതാക്കൾ തന്നെയാണ്. രക്ഷിതാക്കൾ തന്നെയാണ്. ചെറിയ പ്രായത്തിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ പോലും മൊബൈല് മുന്നിൽ വെച്ചിട്ട് കാർട്ടൂണുകളും മറ്റിട്ട് കൊടുത്തിട്ടാണ് അവരെ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ആ നിലക്കാണ് അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചെറിയ പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് അവർക്ക് സ്വന്തമായി മൊബൈലുകളും അതിൽ ഇന്റർനെറ്റും കൊടുത്തിരിക്കുകയാണ്. അവരെന്തതിൽ സെർച്ച് ചെയ്യുന്നു, എന്ത് കാണുന്നു എന്നതിനെക്കുറിച്ച് നോട്ടണ്ടോ? അതിലൂടെയുണ്ടാകുന്ന അപകടമാണ് ഇത്തരത്തിലുള്ള കാര്യം. പിന്നെന്താ, അതിൽ വരുന്ന റീലുകൾ, അതിൽ വരുന്ന തോന്നിവാസങ്ങൾ, അതിൽ വരുന്ന സിനിമകൾ, അതിലുള്ളത് അധ്യാപകരോട് കയർക്കുന്നതാണ്, അധ്യാപകരെ ചീത്ത പറയുന്നതാണ്, അതേപോലെ തന്നെ കൊട്ടേഷൻ കൊടുക്കുന്നതാണ്. ഈ നിലക്കുള്ള കാര്യങ്ങളാണ് അവർ നിരന്തരം കാണുന്നത്. പിന്നെ ഓന് തോന്നാണ് എനിക്കെന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ, ഞാനൊരു 2 ഡയലോഗിന്റെ അധ്യാപകരോട് വിടട്ടെ എന്നവന് തോന്നാണ്. അതിന് പ്രോത്സാഹനം കൊടുക്കുന്ന ലൈക്കുകളും കമന്റുകളും അവർ കാണാണ്. അതിനപ്പുറത്തേക്കുള്ളൊരു കാര്യത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എന്താവശ്യകതയാണ് മൊബൈൽ അവനുണ്ടാകേണ്ടതെന്ന് നമ്മൾ പരിശോധിക്കണം. രക്ഷിതാക്കളുടെ നിയന്ത്രണങ്ങളിലല്ലാതെ അത്തരം മൊബൈലുകളുടെ ഉപയോഗം നിയന്ത്രിക്കേണ്ടതുണ്ട്, കുറയ്ക്കേണ്ടതുണ്ട്. അല്ല എങ്കിൽ ഇത്തരം അപകടങ്ങൾ പതിയെ നമ്മുടെ വീടുകളിലേക്കും വരും. പ്രണയങ്ങളും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളുമൊക്കെ ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം മൊബൈലാണ് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ പറ്റൂല. അതിന്റെ ഗുണവശങ്ങൾ ഒരു ഭാഗത്തുണ്ട്, പക്ഷേ അതിനേക്കാൾ കൂടുതൽ ദോഷവശങ്ങളാണുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത്തെ അടിമത്തത്തിലേക്ക് വിദ്യാർത്ഥികൾ എത്തിയിട്ടുള്ളത് പ്രണയങ്ങളാണെന്നുള്ളതാണ്. പ്രണയം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഏറ്റവും അവസാനം എത്തി നിൽക്കുന്നത് ഒരു തൂക്കുകയറിൽ നിൽക്കുന്ന പ്രണയമാണ്. എന്താണ്? കൊഞ്ചിക്കൊഞ്ഞ് സംസാരിച്ച് സ്നേഹിച്ച് ഒപ്പം കൂട്ടിയിട്ട് അവസാനം കഷായത്തിലും ഫ്രൂട്ടിയിലുമൊക്കെ വിഷം കലർത്തി കൊടുക്കുകയാണെന്നുള്ളതാണ്. അവിടെയും എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താ പറയുക, ചില വലിയ ബുദ്ധിജീവികൾ എന്നറിയപ്പെടുന്ന
നിയമരംഗത്തെ ഉന്നതരെന്നറിയപ്പെടുന്ന ചില ആളുകൾ വന്നിട്ട് അങ്ങനെ തൂക്കുകയറൊന്നും കൊടുക്കേണ്ട ആവശ്യമുണ്ടായില്ല, അത്ര വലിയ ശിക്ഷയൊന്നും കൊടുക്കേണ്ടിയിരുന്നില്ല എന്ന് പറയുന്നൊരു കാലഘട്ടം. ആലോചിച്ച് ഒരുപാട് തവണ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തു എന്നാണ് പാരസെറ്റമോൾ കൊണ്ട് എങ്ങനെ ഒരാളെ കൊല്ലാം, ഏറ്റവും മാരകമായ വിഷം ഏതാണ് കിട്ടാനുള്ളതെന്ന് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് പല തവണ പ്ലാൻ ചെയ്ത് ഒരു മനുഷ്യനെ എങ്ങനെ ആരുമറിയാതെ കൊല്ലാം. ആലോചിക്കുക, നിങ്ങൾ ഒരു വിഷം കഴിച്ച് അത് ഉള്ളിലെത്തിയാൽ മരുന്നുകൾ ഏൽക്കാത്ത വിധം, ഓക്സിജൻ പുറത്തുനിന്ന് കൊടുത്താൽ പോലും ശരീരത്തിൽ അത് ഏൽക്കാത്ത വിധം ഇഞ്ചിഞ്ചായി മരിക്കുന്ന സാഹചര്യമുണ്ടാകുന്ന കൊലപാതകത്തിന് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല മരുന്നേതാണ് എന്ന് പരിശോധിച്ച് കണ്ടെത്തി അത് നടപ്പിലാക്കി. അങ്ങനെ ഒരു കൊലപാതകം നടത്തിയിട്ട് അതിന് ഈ ശിക്ഷ ഒന്നും കൊടുക്കേണ്ടിയില്ല എന്ന് പറയുന്നൊരു സാഹചര്യം, അതാണ് ഏറ്റവും വലിയ ഗൗരവപ്പെട്ട വിഷയം. ഇത്തരം കൊലപാതകങ്ങൾക്ക് അർഹിക്കുന്ന ശിക്ഷ നടപ്പാക്കേണ്ടതുണ്ട്. അതിന്റെ ചതിക്കുഴികൾ ആൺകുട്ടികളും പെൺകുട്ടികളും മനസ്സിലാക്കേണ്ടതുണ്ട്. പണ്ടൊക്കെ നമ്മൾ ക്ലാസ്സുകൾക്കൊക്കെ പോകുമ്പോൾ പറയാറുള്ളത്, പെൺകുട്ടികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഇല മുള്ളിൽ വീണാലും മുള്ള് ഇലമ്മ വീണാലും അത് ഇലക്കാണ് കേടുന്നൊക്കെ പറയും. ഇപ്പോൾ നേരെ തിരിച്ചാ, ആൺകുട്ടികളോട് പറയേണ്ട അവസ്ഥയാണ്. അത് കരുതിക്കോളിട്ടോ, പ്രണയം നടിച്ചു പല പെൺകുട്ടികളും വരും, അവസാനം വല്ല കഷായത്തിലോ വല്ല മാംഗോ ഫ്രൂട്ടിയിലോ ജീവിതം തീരേണ്ടി വരുമെന്ന് ആൺകുട്ടികളെ പഠിപ്പിക്കേണ്ട അവസ്ഥ വരികയാണ്. ഇതൊക്കെ ക്യാമ്പസുകളിൽ സ്കൂളുകളിൽ നടക്കുന്ന ചതികളാണ്, വഞ്ചനകളാണ്. നമ്മൾ ചിന്തിക്കണ്ടേ, സ്വന്തം ബാപ്പാനും ഇമ്മാനും പറ്റിക്കാൻ മാത്രം തന്റെ ഇടമുള്ള കെൽപ്പുള്ള ഒരാണാകട്ടെ പെണ്ണാകട്ടെ എങ്ങനെയായാലും ഇന്നെ തേച്ചോളുന്ന്, എന്നെ പറ്റിച്ചു പോകുന്ന ചിന്തിക്കാനുള്ളൊരു കോമൺ സെൻസ് വേണ്ടേ? 10-20 കൊല്ലം പോറ്റി വളർത്തിയ മാതാപിതാക്കളെ വിട്ടുകൊണ്ട്, അവരെ സങ്കടപ്പെടുത്തിക്കൊണ്ട്, അവരെ നിരാശരാക്കിക്കൊണ്ട് മറ്റൊരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോകാൻ തയ്യാറായെങ്കിൽ അതിനേക്കാൾ നല്ലതൊന്ന് കിട്ടിയ പോകുന്ന ചിന്തിക്കാനുള്ള ബോധം രണ്ടു കൂട്ടർക്കും വേണം. അതുകൊണ്ട് ഇത്തരം പ്രണയങ്ങളെ, അതുപോലെയുള്ള ഈ രീതിയിലുള്ള സംവിധാനങ്ങളെ കൃത്യമായി തന്നെ എതിർക്കേണ്ടതുണ്ട്. രക്ഷിതാക്കൾ അവർക്ക് ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ പറയുമ്പോൾ പ്രശ്നങ്ങൾ എങ്ങനെ വലുതാക്കി കാണിക്കാനല്ലാതെ എന്താ പരിഹാരം? ഉള്ള പരിഹാരം മതപരമായ ബോധം അവരുടെ ഉള്ളിൽ നൽകുക എന്നുള്ളതാണ്. കൃത്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ അവർക്ക് നൽകുക എന്നുള്ളതാണ്. പല രക്ഷിതാക്കളും ശരി, കുട്ടികൾക്ക് ഇപ്പൊ നമ്മൾ ഉപദേശിക്കണമെന്ന് ഇഷ്ടമല്ല, അതുകൊണ്ട് അവര് ഉപദേശിക്കൂല. സകലമാന പ്രവാചകന്മാരുടെയും ജീവിത ചരിത്രങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അവരുടെ മക്കളെ അടുത്തിരുത്തിക്കൊണ്ട് പൊന്നുമോനെ യാ ബുനയ്യ എന്ന് വിളിച്ചുകൊണ്ട് നൽകിയ ഉപദേശങ്ങൾ പരിശുദ്ധ ഖുർആനിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. അവരെ ഉപദേശിക്കാൻ നമ്മളല്ലാതെ പിന്നെ ആർക്കാ പറ്റുക? ആ നിലക്കുള്ള ഉപദേശങ്ങൾ കൊടുക്കുക, മതപരമായ ബോധം നൽകുക, അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധം അവർക്ക് നൽകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ തലമുറയെ കൃത്യമായ ദിശാബോധമുള്ള, തന്റേടമുള്ള, സംസ്കാരമുള്ള, മൂല്യമുള്ള നല്ല മക്കളാക്കി വളർത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ വയർളാ വഉസല്ലി വഉസല്ലിമു അലൽ മബ്ഊസി റഹ്മത്തൻ ലിൽ ആലമീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. നമ്മളെല്ലാവരും ജമാഅത്തായ നമസ്കാരങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കേണ്ട ആളുകളാണ്. പലപ്പോഴും നമസ്കാരങ്ങൾ ഒറ്റക്ക് നിസ്കരിക്കുക എന്നൊരു നിലയിൽ അങ്ങനെ മതി, അതിനും പ്രതിഫലമുണ്ട്, അല്ലെങ്കിൽ അതും സ്വീകരിക്കപ്പെടുന്ന ഒന്നാണ് എന്ന നിലക്ക് മനസ്സിലാക്കിയിരിക്കുന്നോ എന്ന് സംശയമുണ്ട്. അത് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം, നമ്മുടെ ഈ പള്ളിയുടെ പുറത്തുപോലും ഇവിടെ ജമാഅത്ത് നടക്കുമ്പോഴും ചില കുട്ടികളൊക്കെ, ചില വിദ്യാർത്ഥികളൊക്കെ ബോധപൂർവമായി അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നത് കാണാൻ പറ്റും. പലപ്പോഴും അധ്യാപകരിന്നോ സെക്യൂരിറ്റികളോ മറ്റൊക്കെ അവരെ ഉള്ളിലേക്ക് പറഞ്ഞേക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം കാണാൻ പറ്റും. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, ജമാഅത്ത് നമസ്കാരങ്ങൾ പള്ളിയിൽ നടക്കുമ്പോൾ അതിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ഒറ്റയ്ക്ക് നമസ്കരിക്കുക എന്ന രീതി ശരിയല്ല. നമ്മളെ സംബന്ധിച്ച് നമസ്കാരത്തിന്റെ സമയം കൃത്യമായി നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നമുക്കറിയാം ഇന്ന സമയത്ത് ജമാഅത്ത് ഉണ്ട് എന്നുള്ളത്. പരമാവധി നമ്മൾ ജമാഅത്തായി തന്നെ നമസ്കരിക്കാൻ വേണ്ടി തയ്യാറാവുക. നമ്മൾ ഒരു പള്ളിയിലെ ഔദ്യോഗികമായ ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞിട്ടാണ് എങ്കിൽ ഉള്ള വിദ്യാർത്ഥികൾ, ഉള്ള ആളുകൾ ഒന്നിച്ചു നിന്ന് ഒരു ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ജമാഅത്തായ നമസ്കാരം ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി കൂലിയാണെന്നുള്ളതാണ്.
നമ്മൾ ഒറ്റക്കൊരു ളുഹർ നിസ്കരിച്ചാൽ അതിനൊരു കൂലിയാണെങ്കിൽ ജമാഅത്തായിക്കൊണ്ട് അത് നമസ്കരിക്കുമ്പോൾ അതിന് 27 ഇരട്ടി പ്രതിഫലം കിട്ടുമെങ്കിൽ എന്തിനാ നമ്മൾ വെറുതെ അവിടെ ഇവിടെയും പോയിരുന്ന് സമയം കളയുന്നത്, ആ നിലക്കുള്ള നമസ്കാരങ്ങൾ നഷ്ടപ്പെടുത്തി ഒറ്റക്ക് നമസ്കരിക്കുന്നത് എന്ന് സാന്ദർഭികമായി പ്രത്യേകമായി സൂചിപ്പിക്കാൻ, ഒരിക്കലും അങ്ങനെയുള്ളൊരു കാഴ്ച ഉണ്ടാകരുത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ഒരു സഹോദരൻ ഒരു അസുഖം ബാധിച്ച്, മാരകമായൊരു അസുഖം ബാധിച്ച് പിന്നീട് അദ്ദേഹം ഒരുപാട് കാലം കിടപ്പിലായിരുന്നു. ഇപ്പം മെല്ലെ ആ അസുഖമൊക്കെ മാറി അദ്ദേഹം സാധാരണഗതിയിലേക്കുള്ള ഒരു നോർമൽ ലൈഫിലേക്ക് അദ്ദേഹം വന്നുവെങ്കിലും അദ്ദേഹത്തിന് ഇപ്പോഴും ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി ഒരു വീടില്ല. ഈ അസുഖങ്ങളും കാര്യങ്ങളുമൊക്കെ വെച്ചുകൊണ്ട് ഇനി ഒരു വീട് സ്വന്തമായി നിർമ്മിക്കുക എന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രയാസകരമായൊരു അവസ്ഥയാണ്. നമുക്കറിയാം, രോഗിയായൊരു മനുഷ്യൻ, അതേപോലെ തന്നെ വീടില്ല, ഇനിയൊരു അസുഖത്തിന്റെ ഒക്കെ ഒരു പിൻപുറമുള്ളത് കൊണ്ട് തന്നെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഭാരിച്ച ജോലികൾ ചെയ്തൊരു വീടുണ്ടാക്കുക എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സാധ്യമാകുന്ന കാര്യമല്ല എന്ന തോന്നലും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഒരു വീടുണ്ടാക്കാൻ സഹായിക്കണമെന്നുള്ളതാണ്. നമ്മളെല്ലാവരും അകമയിഞ്ഞ് സഹായിക്കേണ്ട ഒരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ചയിൽ നമ്മൾ അതിനുവേണ്ടിയുള്ള ഒരു കളക്ഷനാണ് നടത്തുന്ന. എല്ലാ ആളുകളും അതിനുവേണ്ടി ഒരുങ്ങി വരിക, തയ്യാറെടുത്ത് വരിക എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഇത്തരത്തിലുള്ള പ്രയാസങ്ങളുള്ളവരാണ്. എങ്കിലും ഇങ്ങനെയുള്ള അർഹതപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള മനസ്സ് കാണിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മുടെ എല്ലാ തരത്തിലുമുള്ള പ്രയാസങ്ങളും ദൂരീകരിച്ചു തരുമാറാകട്ടെ. അല്ലാഹു ഞങ്ങളിൽ നിന്ന് രോഗികളായി കഷ്ടപ്പെടുന്ന ആളുകളുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണമേ. കൊല്ലം ജില്ലയിലുള്ള നമ്മുടെ ഒരു സഹോദരി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെടുകയുണ്ടായി. പ്രത്യേകമായി പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, പരലോകം നന്നാക്കി കൊടുക്കുമാറാകട്ടെ, മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് രോഗികളായി കഷ്ടപ്പെടുന്ന ആളുകളുടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടുപോയുള്ള സത്യവിശ്വാസികളുടെ ഖബറിടങ്ങൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹു വ്യത്യസ്തമായ പ്രയാസങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെ പ്രയാസങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കണമേ. ഞങ്ങളുടെ നാടിനെ പിടിപെട്ടിട്ടുള്ള മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ ലഹരിയുടെയും ഒക്കെ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ മക്കളെ നീ കാത്തുരക്ഷിക്കണമേ. നല്ല സന്താനങ്ങളാക്കി ഞങ്ങളുടെ മക്കളെ മാറ്റുമാറാകണമേ. നിരന്തരമായി കേട്ടുകണ്ടിരിക്കുന്ന മോശപ്പെട്ട വാർത്തകളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിൽ ഹാജാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين.